എടി പെങ്ങള് വിളിച്ചായിരുന്നു. ഒക്കെ പഠിക്കാൻ വേണ്ടി ഒരു 25,000 രൂപ വേണമെന്നാ പറയുന്നത്. അങ്ങനെ ഇപ്പൊ ആങ്ങളെ പൈസ കൊടുത്തിട്ടേ പെങ്ങള് പഠിക്കണ്ട. അത് ഒന്നും രണ്ടും രൂപയാണോ? 25,000 രൂപയെ ഇത് ഇവിടുന്നടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാ? എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എടി ബാക്കി കാശൊക്കെ റെഡിയാക്കി. ഒരു 25,000 രൂപ കുറവേ ഉള്ളൂ. ഓ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ബാക്കി കാശിന് നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ, അവളുടെ മൂത്ത ചേട്ടൻ, അങ്ങേരോട് ചോദിക്കാൻ പറ. അങ്ങേരോടൊന്നും ചോദിക്കുന്നില്ലല്ലോ, എല്ലാം നിങ്ങളോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ നിന്നിട്ട് ഞാൻ അറിയാണ്ട് നിങ്ങൾ നന്നായിട്ട് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടുകാർക്കെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതെ, നിങ്ങൾക്ക് പെങ്ങളുണ്ടെങ്കിലേ അവൾക്ക് അപ്പനും അമ്മയില്ലേ, നിങ്ങളുടെ അച്ഛനും അമ്മയും, അവരോട് പഠിപ്പിക്കാൻ പറ. അതെ, മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പഠിപ്പിക്കാൻ കൂടെ ചെയ്യണം. അല്ലാണ്ട് ആങ്ങളമാരല്ല പഠിപ്പിക്കേണ്ടത്. ഹോ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. എടി എന്നാലും ചോദിക്കുമ്പോ എങ്ങനെയാ കൊടുക്കാതിരിക്കുക? ദേ, ഞാൻ അറിയാണ്ടെങ്ങാനും നിങ്ങൾ കാശ് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. 5 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, പറഞ്ഞേക്കാം. 25,000 രൂപ ഇങ്ങോട്ട് ചോദിച്ചേക്കുന്ന ഉളുപ്പ് വേണ്ടി. എന്റെ അനിയത്തിക്ക് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോടല്ലാണ്ട് വേറെ ആരോടാ ചേട്ടാ അവള് ചോദിക്കുന്നത്? അവളാണെങ്കിൽ എന്നെ പോലെയല്ല, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്നേ. അതുകൊണ്ട് ഇപ്പൊ അവളുടെ ഒരു പഠിത്തത്തിന്റെ കാര്യത്തിന് ചോദിക്കുന്നതല്ലേ, നമ്മൾ എങ്ങനെയാ കാശ് കൊടുക്കാതിരിക്കുന്നത്? അവള് പഠിക്കട്ടെന്നേ, പഠിച്ചൊരു ജോലി എടി ആക്കട്ടെന്നേ. അത്രയും കാശ് ഇപ്പൊ എവിടുന്ന് ഉണ്ടാക്കുക? കാശ് ഇപ്പൊ ചേട്ടന്റെ കയ്യിൽ അത്യാവശ്യമുള്ള കാശ് കൊടുക്ക്. ബാക്കി നമുക്ക് ലോൺ എടുത്തിട്ടായാലും കൊടുക്കാം. ഒരു 1,00,000 രൂപയല്ലേ ചോദിച്ചിട്ടുള്ളൂ. ആ, ഇപ്പൊ ചേട്ടനേൽ എടുക്കാൻ കാണും, ലോണൊന്നും എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. അവക്കാണെങ്കിൽ ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാ. അവള് ചേച്ചിയുടെ ഭർത്താവായിട്ടല്ല ചേട്ടനെ കാണുന്നത്, സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാ. ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാവാ. അപ്പൊ അങ്ങനെയുള്ള അവള് നമ്മളോട് അത്രയും ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ കാശ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കുവോ? ഇതുപോലെ തന്നെയാ എന്റെ അനിയത്തിയും ചോദിച്ചേ, നീ കൊടുക്കാൻ ആ സമ്മതിച്ചില്ലല്ലോ. ആ എന്റെ രീതി എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ അനീതി പോലെ തന്നെയാന്ന് എനിക്കറിയാം. എന്താ? എടി പിന്നെ എന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞ 2 ദിവസം നിൽക്കാന്. ഓ, അതാ രാവിലെ മുതൽ പറയാൻ വേണ്ടിട്ട് എന്റെ പുറകെ നടന്നതല്ലേ? ഇതേ, നിങ്ങളുടെ അമ്മ എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും. എന്റെ ദൈവമേ, നിങ്ങളുടെ അമ്മ വന്ന് കേറിയ പിന്നെ അതോടെ എന്റെ മനസമാധാനം പോയി. പുറകെ നടന്ന് മനുഷ്യനെ ഉപദേശിക്കലും ചിട്ട പഠിപ്പിക്കലും മര്യാദ പഠിപ്പിക്കലുമാ. ഉഫ്, എന്റെ ദൈവമേ. ഇതേ, ഞാൻ പറഞ്ഞേക്കാം, അവരെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നു പറഞ്ഞതാണേ. എടി അതിപ്പോ എങ്ങനെയാ വരണ്ടാന്ന് പറയുന്നേ? അതൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് വരവ് മര്യാദയ്ക്ക് മുടക്കിക്കോളാം. ഞാൻ പറഞ്ഞേക്കാം, എന്താ പറയുന്നതെന്ന് എനിക്കറിയണ്ട, എന്ത് പറഞ്ഞിട്ടായാലും വേണ്ടില്ല. ഹോ, എന്റെ ദൈവമേ, തറവാട്ടിൽ നിന്നപ്പോ അമ്മായിയമ്മയുടെ പോര് സഹിച്ചാണ് ചെറിയ വീടാണെങ്കിലും വേറൊരു വീടെടുത്ത് മാറിയത്. ഇതിപ്പോ ഇവിടെ സ്വസ്ഥത തരൂലെന്ന് പറഞ്ഞാല് ഓ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഇങ്ങോട്ട് വരാതിരുന്നാ പോരെ? അതിരി പോരാനോട് അവിടെ നിന്ന് എടുത്തത്. എന്നിട്ട് ഇങ്ങോട്ടും കൂടെ വരുന്നു, ഇവിടെ വന്നിട്ട് പോരെടുക്കാൻ വേണ്ടി. അതെ ചേട്ടാ, ഇന്ന് വൈകുന്നേരം അമ്മ വരുന്നുണ്ടെന്നാ പറഞ്ഞ. എന്റെ അമ്മ ഒരാഴ്ച നിന്നിട്ടേ അമ്മ പോകുള്ളൂന്നാ പറഞ്ഞേ. നിന്റെ അമ്മയല്ലേ കഴിഞ്ഞ മാസം ഒരാഴ്ച നിന്നിട്ട് പോയേ? അതെങ്ങനെ, അമ്മയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ചേട്ടനെയും ഭയങ്കര ഇഷ്ടമാ, പിന്നെ ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. എന്റെ അമ്മ 2 ദിവസം നിൽക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അതിന് നിങ്ങളുടെ അമ്മേനെ പോലെയാണ് എന്റെ അമ്മ. അതൊരു പാവം. അങ്ങനെ ഒരു 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 കാര്യത്തിലും ഒരു നിർബന്ധവും ഇല്ല. എന്നെ മര്യാദ പഠിപ്പിക്കാനും വരൂല. പിന്നെ അത്യാവശ്യം എല്ലാ പണിയും എടുത്തോളും. അത് അല്ലാണ്ട് നിങ്ങളുടെ അമ്മേനെ പോലെയാ എന്റെ അമ്മ. ഓ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എൻ്റെ അമ്മേ. അപ്പോഴേ കുറച്ച് ഭക്ഷണമൊക്കെ മേടിക്കണേ. അമ്മയ്ക്ക് പച്ചക്കറികളൊന്നും വലിയ താല്പര്യമില്ല. കുറച്ച് മീൻ മേടിക്കണം. മീൻ ഈ മത്തി ആയാലും അതൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നല്ല മീൻ വാങ്ങിക്കണം എന്തെങ്കിലും. അമ്മയ്ക്ക് നല്ല മീനാണ് ഇഷ്ടം. അപ്പം ഇച്ചിരി മീനും വാങ്ങിക്കും. മീൻ നമുക്ക് വറുക്കുകയും ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇറച്ചിയും മേടിക്കും കേട്ടോ. ആ, മേടിക്കാം. ആ, എടി നമ്മളെന്തായാലും ട്രിപ്പിന് പോവല്ലേ? വീട്ടിൽ നിന്ന് അമ്മേനെ അച്ഛനെ ഉം. കൂട്ടിയാലോ? എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ട് ലാസ്റ്റ് നിമിഷത്തിൽ വരുമെന്ന്. ഇത് ആശിച്ച് മോഹിച്ചാണ് ഒരു ട്രിപ്പ് പോകുന്നത്. അത് നമ്മൾ മാത്രം മതി. നിങ്ങളുടെ അച്ഛനും അമ്മേനെ ഒന്നും കൂട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മേനും അച്ഛനും പ്രായമായ അമ്മേനും അച്ഛനും കൊണ്ട് പോകാൻ വേണ്ടി പിന്നെ അവരെ നോക്കണം, നമുക്ക് നമ്മുടെ കാര്യം നോക്കണം. എന്തിനാ സമയം ഉണ്ടാവുക? പ്രായമായവര് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല. അല്ലെങ്കിലും പ്രായമായവര് വീട്ടിൽ അവർക്ക് മരുന്ന് കഴിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അവരെ കൊണ്ട് ട്രിപ്പ് പോകാൻ നിങ്ങൾ എന്ത് പൊട്ടത്തരം ഈ പറയുന്ന കാര്യത്തിൽ ലോജിക്ക് വേണ്ടേ? നടക്കുന്ന കാര്യമല്ല. അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛനമ്മേനെ കൂട്ടിയിട്ട് മകനങ്ങ് പൊക്കോ, ഞങ്ങൾ വരുന്നില്ല, പോരെ? ഓ, എന്നാ ഞാൻ ആരെയും കൂട്ടുന്നില്ല, നമ്മൾ മാത്രം പോവാം. ഉം. നമ്മൾ ഏതായാലും ടൂറ് പോവല്ലേ, അത് 3 ദിവസത്തെ ടൂറൊക്കെ പോവല്ലേ. എന്റെ അച്ഛനും അമ്മയും ഇതുവരെ അത്രയും ദിവസത്തെ ടൂറിനൊന്നും പോയിട്ടില്ല. അവരെ ആര് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ? നമുക്ക് പോകുമ്പോ അവരെയും കൂടി കൊണ്ടുപോകാൻ ചേട്ടാ. നിനക്കൊരാങ്ങളയില്ലേ? അവനോട് പറ അവരെ കൊണ്ടുപോവാൻ.
എന്നോടാണോ പറയണ്ടേ? എനിക്കൊരു ആങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇതുപോലെ ടൂറൊന്നും പോകാറൊന്നുമില്ല. അവനൊരു ഇൻട്രോവേർട്ടാ, എവിടെയും പോകാറൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ പോവാന്ന് പറയുമ്പോൾ അവർക്ക് എന്താ ആഗ്രഹം ഉണ്ടാവും, ഞങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന്. ഈ പ്രായമായവരുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് നമുക്ക് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടും. അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അങ്ങനെ കാരണവന്മാരെ നമ്മുടെ സന്തോഷമായിട്ട് എപ്പോഴും നോക്കണം എന്നാ. എൻ്റെ കയ്യിൽ എല്ലാവരും കൂടെ കൊണ്ടുപോകാനുള്ള കാശില്ല, അതുകൊണ്ടല്ലേ. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഞാനും വരുന്നില്ല. പാവം എൻ്റെ അമ്മേനെ അച്ഛനെയും കൊണ്ടുപോകാണ്ട് എനിക്ക് പോയാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവൂല. ആ, കൊണ്ടുപോകാന്നാ അവരോട് വിളിച്ചു പറ. ഉം. എനിക്കറിയായിരുന്നു ചേട്ടാ സമ്മതിക്കുമെന്ന്. ഞാനിപ്പൊ തന്നെ അമ്മേനെ വിളിച്ചു പറയാം. എടി, ഉം. എൻ്റെ കൂട്ടുകാർ 3-4 പേര് വൈകുന്നേരം വരുന്നുണ്ട്. നീ ഒരൊറ്റ ഒരുത്തിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരാന്നുള്ള മര്യാദയ്ക്ക് അങ്ങോട്ട് മറക്കും. ഒരൊറ്റെണ്ണത്തിന് ഞാൻ ഇങ്ങോട്ട് കയറ്റിയല്ല, ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു വന്നിട്ട് എല്ലാം കൂടി. എന്റെ ദൈവമേ, അട്ടഹാസവും മദ്യസേവ ഉണ്ടല്ലോ അല്ലേ. എടി, മദ്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ കൂട്ടുകാരി ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നു കൂടാനോ. അല്ലാണ്ട് ഈ കുടുംബത്തോട്ട് വിളിച്ചോണ്ട് വരുന്നത് എന്തിനാ? അത് വെറുതെ ആണോ? എന്തൊക്കെ ബഹളോ, പാട്ടും ഡാൻസും പിന്നെ മദ്യപാനം, ഇതൊന്നും നല്ല കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് മാത്രമല്ല, പിള്ളേര് സ്കൂളും വിട്ട് വരുന്നത് അവർക്ക് പഠിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ട്. പറഞ്ഞ കേട്ടല്ലോ. എടി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ അവരുടെ വീട്ടിലും പോകുന്നതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ അവരോട് വരണ്ട, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുക? എന്തൊക്കെ പറഞ്ഞാലും ശരി, കൂട്ടുകാരെ വീട്ടിൽ വിളിച്ചിട്ടുള്ള പരിപാടി നടക്കത്തില്ല. അത്രേ ഉള്ളു കാര്യം. ഏയ്, എടി, ഞങ്ങൾ മുറ്റത്തിരുന്നോളാം. ആ മുറ്റത്തും ഇരിക്കണ്ട. എന്നിട്ട് വേണം അവന്റെ ഭാര്യ പെരക്കകത്തോട്ട് കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മോശം പേരുണ്ടാക്കാൻ. അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് നല്ലൊരു വിലയുള്ളതാ. അത് നിങ്ങളായിട്ട് കളയരുത്, പറഞ്ഞേക്കാം. ചേട്ടാ, എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് നാളെ രാവിലെ. രേഷ്മ, ശ്രുതി ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഞാൻ എത്ര ഉണ്ടാക്കിയാലും അങ്ങോട്ട് എനിക്ക് തൃപ്തിയാവൂല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് കൊടുക്കാം. ആ, ഭക്ഷണമൊക്കെ നമുക്ക് റെഡിയാക്കാടി. ആ, ഞാൻ വേണമെങ്കിൽ അന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുമല്ലോ. അയ്യടാ, എന്തൊരു ഉത്സാഹം ഒറ്റയ്ക്ക് ലീവ് എടുത്ത് ഞാൻ വീട്ടിലിരിക്കാന്ന്. ആ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അവരെ മാനേജ് ചെയ്തോളാം. മോൻ പോയിട്ടേ വൈകുന്നേരം വന്നാ മതി. അവരിറങ്ങാറാകുമ്പത്തേക്ക് വന്നാ മതി. കൊള്ളാലോ, ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാന്നേ. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവൂലേ? അവരെന്നാലും ഇല്ല. അമ്പട മോനെ, ചണ്ണിക്കുട്ടാ മോനെ, ഫുഡ് ഓർഡർ ചെയ്താൽ മതി. അവരിങ്ങോട്ട് കൊണ്ടുത്തരും. രാവിലെ ഒരുങ്ങി പൊക്കോണം ജോലിക്ക്.